പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. പുരോഗമന കലാസാഹിത്യ സംഘം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പും കൺവെൻഷനും സംഘടിപ്പിച്ചു. പൂക്കാസ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാരൂപങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണത്. ഇന്ന് സമാപിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഇത് നടക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഇത് നമ്മൾ ഒരിക്കൽ ഈ ഡേറ്റ് മാറ്റിയതായതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഡേറ്റ് അവരുടെ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ മാറ്റാൻ പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റാൻ പറയാതിരുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിത് മാറ്റി വെച്ചിട്ട് അവിടെ പോവുകയാണ് വേണ്ടത്. സത്യത്തിൽ രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി 10:30 വരെയൊക്കെ പരിപാടികൾ, നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അവിടെ നടക്കുകയാണ്. നമ്മുടെ ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്തരം സംഗതികളിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലത്തിൽ നടക്കുന്ന പരിപാടി, ഇന്നലെ കലാമണ്ഡലത്തിൻ്റെ തന്നെ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. ചില അവതരണങ്ങൾ ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് അധ്യാപികയായിരുന്നു, ഇപ്പോൾ വീണ്ടും വിദ്യാർത്ഥിയായി ചേർന്നിട്ടുള്ള ഷർമിളയുടെ തുള്ളൽ അവിടെ ഉണ്ടായിരുന്നു. പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. പൂക്കാസ ചേലക്കര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീധരൻ മുണ്ടയൂർ അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി സംസാരിച്ചു. മറ്റു നേതാക്കളായ ഡോക്ടർ ജോൺ ജോഫി CF, കലാമണ്ഡലം സുരേഷ് കാളിയത്ത്, രതീഷ് വരവൂർ, ഷെമീർ ചെറുതുരുത്തി, അജിത, സെക്രട്ടറി NK രാധാകൃഷ്ണൻ, ശ്രീജ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് ചേലക്കര. You are watching VCV News.